ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നതിന് പകരമായിട്ട് ഒരു സാലഡ് ആക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ മെയിൻ ഫുഡിന് ശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കിതുപോലെ സാലഡ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ആപ്പിളും ഒരു പേരക്കയാണ്. ഇത് ആപ്പിൾ മാത്രമായിട്ടും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പേരക്ക മാത്രമായിട്ടും നമുക്കിതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അധികം പുളിയില്ലാത്ത തൈര് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ തേന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 നുള്ളി കറുവപ്പട്ടയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരുപാട് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മയോണൈസ് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മയോണൈസ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ആപ്പിളും പേരക്കയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേരക്കയും ആപ്പിളും നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് സെർവ് ചെയ്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്രയും തന്നെ മതി. നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു മടിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിന് മുകളിൽ ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് സീഡ്സൊക്കെ വെച്ചിട്ട് പംകിൻ സീഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം, അല്ലെങ്കിൽ അനാർ ഉണ്ടെങ്കിൽ അനാർ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റുമാണ്, കാണാനൊരു ഭംഗിയും ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.